നീതുവും ഹരിയും അൻവറും ഒരു കളിയിലാണ്. സംഖ്യകൾ കൊണ്ട് ഒരു ചീട്ടുകളി. 1 മുതൽ 50 വരെ സംഖ്യകൾ എഴുതിയ 50 ചീട്ടുകൾ. ഓരോ സംഖ്യയും 10 എണ്ണം വീതം. പകുതി ചീട്ടുകൾ കറുത്ത നിറത്തിലും ബാക്കി പകുതി ചുവന്ന നിറത്തിലുമാണ്. ആദ്യം ഓരോരുത്തരും ഒരു കറുത്ത 5 എടുക്കുന്നു. ബാക്കി ചീട്ടുകളെല്ലാം ഇടകലർത്തി അട്ടിയായി നടുക്ക് കമഴ്ത്തി വെക്കുന്നു. ഇനി ഓരോരുത്തരും ഊഴം വെച്ച് ഓരോ ചീട്ട് അട്ടിയിൽ നിന്നും എടുക്കുന്നു. കറുത്ത കാർഡാണെങ്കിൽ അതിലെഴുതിയ സംഖ്യ കൂട്ടാം, ചുവന്ന കാർഡാണെങ്കിൽ അതിലെഴുതിയ സംഖ്യ കുറക്കണം. ഇങ്ങനെ കൂട്ടിയും കുറച്ചും കളി തുടരാം. ആദ്യം 10നേക്കാൾ കൂടുതൽ കിട്ടുന്ന ആൾ ജയിക്കും. ആദ്യം ഓരോരുത്തരും 5 എടുക്കുന്നതിനാൽ തുടക്കത്തിൽ എല്ലാവരുടെയും സ്കോർ 5 തന്നെയാണ്. രണ്ടാമത്തെ ഊഴത്തിൽ നീതുവിന് കറുത്ത 2 കിട്ടി. അപ്പോൾ നീതുവിന്റെ സ്കോർ എന്തായിരിക്കും? 5+2 അഥവാ 7 അല്ലേ? അൻവറിന് കറുത്ത 1 കിട്ടിയത്. അൻവറിന്റെ സ്കോർ എന്തായിരിക്കും? 5+1 അഥവാ 6 അല്ലേ? ഹരിക്ക് ചുവന്ന 3 കിട്ടിയത്. ഹരിയുടെ സ്കോർ എന്തായിരിക്കും? 5 കുറക്കണം 3 അഥവാ 2 അല്ലേ? അടുത്ത ഊഴത്തിൽ നീതുവിന് കറുത്ത 1 അൻവറിനും ഹരിക്കും ചുവന്ന 3 ലഭിച്ചത്. അവരുടെ സ്കോറുകൾ നോക്കാം. നീതുവിന് 7+1 അഥവാ 8 ആയിരിക്കുമല്ലോ. അൻവറിനോ 6 കുറക്കണം 3 അഥവാ 3. ഹരിക്കോ 2ൽ നിന്ന് 3 കുറക്കാൻ കഴിയില്ലല്ലോ. തന്റെ ഇപ്പോഴത്തെ സ്കോർ 0 എന്നെഴുതാം എന്ന് ഹരി പറഞ്ഞു. അങ്ങനെയല്ല, ഹരി കളിയിൽ തോറ്റു. ഇനി നീതുവും താനും മാത്രം കളിച്ചാൽ മതി എന്നായി അൻവർ. അത് വേണ്ട, ഹരി ഇനിയും കളിക്കട്ടെ. ഇപ്പോഴുള്ള സ്കോറിൽ നിന്ന് 2 കുറക്കാമല്ലോ. അടുത്ത വട്ടം കിട്ടുന്ന സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ മതി എന്നായിരുന്നു നീതുവിന്റെ അഭിപ്രായം. ഇത് എല്ലാവർക്കും സമ്മതമായി. ഹരിയുടെ കോളത്തിൽ 1 കുറക്കണം എന്നെഴുതാം എന്ന് തീരുമാനിച്ചു. അല്പം കൂടി ചുരുക്കി കുറക്കണം 1 എന്നെഴുതാം എന്നും തീരുമാനമായി. അടുത്ത ഊഴത്തിൽ നീതുവിന് ചുവന്ന 4 അൻവറിന് ചുവന്ന 5 ഹരിക്ക് കറുത്ത 3 കിട്ടി. അവരുടെ സ്കോർ എന്തായിരിക്കും? നീതുവിൻ്റേത് 8 കുറക്കണം 4 അഥവാ 4 അല്ലേ? ഹരിക്ക് ഇപ്പോൾ കിട്ടിയത് 3. നേരത്തെ ഉണ്ടായിരുന്ന 1ന്റെ കടം കുറച്ചാൽ ബാക്കി 2 അല്ലേ? അൻവറിൻ്റേതോ 3ൽ നിന്ന് 5 കുറക്കാൻ കഴിയില്ലല്ലോ. 3ൽ നിന്ന് 3 കുറച്ചാൽ 0 ആവുമല്ലോ. മുമ്പ് ഹരിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ ബാക്കിയുള്ള 2 കുറക്കാം എന്ന് തീരുമാനിച്ചു. അഥവാ കുറക്കണം 2 എന്നെഴുതാം എന്ന് തീരുമാനിച്ചു. ഈ കളിയിൽ 2ൽ നിന്ന് 3 കുറക്കേണ്ടി വന്നപ്പോൾ അത് കുറക്കണം 1 എന്നെഴുതിയല്ലോ. ഇത് 2 കുറക്കണം 3 സമം കുറക്കണം 1 എന്നെഴുതാം. എന്താണ് ഇതിന്റെ അർത്ഥം? 2ൽ നിന്ന് 2 കുറച്ചാൽ 0 ഇവിടെ കുറക്കേണ്ടത് 3 ആയതിനാൽ ഇനിയും 1 കൂടി കുറക്കണം. ഇത് കുറക്കണം 1 അഥവാ ന്യൂനം 1 എന്നെഴുതാം. അതായത് 0 കുറക്കണം 1 സമം ന്യൂനം 1. ഇതുപോലെ 3ൽ നിന്ന് 5 കുറക്കുമ്പോഴോ 3ൽ നിന്ന് 3 കുറച്ചാൽ 0 ആവുമല്ലോ. ഇനിയും എത്ര കുറക്കണം? 2 അല്ലേ? അതായത് 0 കുറക്കണം 2. അതായത് 3 കുറക്കണം 5 സമം 0 കുറക്കണം 2 അഥവാ ന്യൂനം 2 ആയിരിക്കുമല്ലോ. ഇങ്ങനെ ന്യൂനചിഹ്നം ചേർത്തെഴുതുന്ന സംഖ്യകളെ ന്യൂനസംഖ്യകൾ എന്നാണ് പറയുന്നത്.